സെക്സ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ജീവിതം സെക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. 28 ദിവസവും ഞാൻ ജയിലിൽ കിടന്നു. ഞാൻ അവർക്ക് വേണ്ടി എന്തിനാണ് ഞാൻ എൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ച് കളയണം, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞ് ഞാൻ അവരെ പോലെ ആവണം എന്നുള്ളത് ചോദ്യം എന്നോട് ചോദിക്കുന്നത്. നാളെ എനിക്കൊരു ഒരു പ്രശ്നം വരുമ്പോൾ ഈ പറഞ്ഞ ഒരാളും എൻ്റെ കൂടെ നിൽക്കത്തില്ല. മൂവീസിൻ്റെ ഓഫേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പണ്ട് ഇങ്ങനെ ഉർവശി ചേച്ചിയും അതേപോലെ ശോഭന മാം ഒക്കെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുക, അതൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമില്ല. ഞാൻ നന്നായി ബുക്സ് വായിക്കുമായിരുന്നു. പണ്ട് മുതലേ ബുക്സ് വായിക്കും. നമുക്ക് ബാറ്റോ അല്ലെങ്കിൽ നമുക്ക് ബോളൊന്നും തരത്തില്ല. അപ്പം നമ്മൾ അവിടെ ഒരു കോമാളി പോലെ ഇരുന്ന് അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസിക്ക് പാടാനുള്ള നല്ല കഴിവുണ്ട്. ഉമ്മ വീട്ടു ജോലിക്ക് പോകുന്ന ആളാണ്, ഉപ്പ ടാക്സി ഡ്രൈവറാണ്, 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ എനിക്കറിയാം കഷ്ടപ്പാട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഡൗൺ സർജറിനെ കുറിച്ച് ഞാൻ നന്നായി പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു തരത്തിലും ഒരു സഹായം ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, വാങ്ങിയിട്ടുമില്ല. ജാസിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് മൂവീസിന്റെ ഓഫേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. ഏതെങ്കിലും സെലക്ട് ചെയ്തോ? ഇല്ല, എനിക്ക് ഒരു തമിഴ് മൂവി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു മലയാളത്തിൽ. അതൊരു നോർമൽ മൂവിയാണ്. എൻ്റെ കഥ പോലെ പറഞ്ഞു പോകുന്നൊരു മൂവിയാണ്. അതിൻ്റെ ഇതിങ്ങനെ ജസ്റ്റ് സംഭാഷണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. കൺഫേം ഒന്നും ആയിട്ടില്ല. ഒരു ബയോപിക് പോലെ എൻ്റെ ഒരു ബയോഗ്രഫി പോലെ അങ്ങനെ എടുക്കുന്ന ഒരു മൂവി അത്. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ വന്ന് സംസാരിച്ചു, അതിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. ഡയറക്ടർ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് പറയാൻ പറ്റുന്നുണ്ടോ? പുതിയ ഡയറക്ടേഴ്സാണ്, പുതിയ ആളാണ്. പിന്നെ ആൾ മുമ്പ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആള്. അപ്പോൾ ആളിങ്ങനെ വന്ന് പറഞ്ഞു ജാസിയുടെ ഒരു മൂവി നമുക്ക് ചെയ്യാം, ജാസിയുടെ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് നോക്കാം, നല്ല കഥയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എൻ്റെ കഥയിലൂടെ പോകുന്നതാണ് എനിക്കൊരിഷ്ടം, ആർട്ടിഫിഷ്യലൊന്നും ഇല്ലാണ്ട് എൻ്റെ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഈ റീൽസിൽ കൂടെ തന്നെയാണോ കിട്ടിയത്? എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അഭിനയം, എനിക്കിഷ്ടമാണ്. ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഉർവശി ചേച്ചിയും അതേപോലെ ശോഭന മാം ഒക്കെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുക, അതൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അഭിനയത്തിനോട് എന്നും ഒരു ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് റീൽസിൽ വീഡിയോസും ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത്. റീൽസ് ഒരു പരിധി വരെ നമ്മൾ അഭിനയിച്ചാൽ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് തരും. ഒരു ട്രാൻസ് വുമൺ ആയിട്ട് തന്നെ അഭിനയിക്കാനാണോ അതോ സ്ത്രീ ആയിട്ട് അഭിനയിക്കാനാണോ? എങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്? എനിക്ക് കഥാപാത്രങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ട് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്ത്രീ ആയിട്ടാണെങ്കിലും എനിക്ക് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വേണമെന്നൊന്നുമില്ല. എനിക്ക് ആ ഒരു സിനിമയിൽ നമ്മൾ നോക്കി ഓവറോൾ ആ സിനിമ കാണുമ്പോൾ നമ്മളെ കുഞ്ഞൊരു വേഷത്തിനൊരു പ്രാധാന്യം ഉണ്ടായാൽ മതി. അല്ലാണ്ട് നായക കഥാപാത്രത്തിനോട് ഒപ്പം നിൽക്കുന്ന കഥാപാത്രം വേണം, അല്ലെങ്കിൽ നമ്മൾ നല്ല കഥാപാത്രങ്ങൾ മുതൽ അഭിനയിക്കുക, അങ്ങനെയൊന്നുമില്ല. എനിക്കത് കുഞ്ഞൊരു കഥാപാത്രം ആണെങ്കിലും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. കഥാപാത്രത്തിനൊരു പ്രാധാന്യം, ഒരു കുഞ്ഞൊരു പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടായാലും മതി. പിന്നെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ചുമ്മാ സിനിമയിൽ പോയി അഭിനയിച്ച് നമുക്കതൊരു അവിടെയുള്ള സിനിമയിൽ നമ്മൾ ഒന്നുമില്ലാത്ത രീതിയിലുള്ള സിനിമകളോട് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ട്രാൻസ് കഥാപാത്രങ്ങളിനാലും കൂടുതൽ ഇപ്പോൾ ഒരുപാട് ട്രാൻസിൽ ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ആയിക്കോട്ടെ ഒരുപാട് പേർക്ക് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുള്ള കുട്ടികൾക്ക് സിനിമകൾ വരുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്ക് വേണ്ടി സിനിമകൾ എഴുതപ്പെടുന്നുണ്ടല്ലോ. ഒരുപാട് പേര് നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ട്. അത് നോർമലി ഇപ്പോൾ ട്രാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾക്ക് മാത്രമാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാറ്. ഇപ്പം അത് മാറിയിട്ട് നല്ല നല്ല ക്യാരക്ടറിലേക്കും അവരെ ടീച്ചറായിട്ടും അല്ലെങ്കിൽ അനിയത്തിമാരായിട്ടും അല്ലെങ്കിൽ സഹോദരികൾ അങ്ങനത്തെ ക്യാരക്ടറിലൊക്കെ ഇവരെ വീണ്ടും കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി സിനിമകൾ എഴുതുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പക്ഷേ നമ്മൾ മിക്ക സിനിമകളിലും കാണുമ്പോൾ ട്രാൻസ് മാനായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയിട്ടോ ഒരാൾ വരുമ്പോൾ അത് ശരിക്കും ഒരു സ്ത്രീയോ പുരുഷനോ അങ്ങനെ വേഷം മാറി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അഭിനയിക്കുന്നതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പണ്ടൊക്കെ ഒരു ഡാൻസ് ടീച്ചർ ഒരു ട്രാൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ വരുന്നത് ഒരു ആണ് ക്ലീൻ ഷേവ് ഒന്നും പോപ്പർ ചെയ്യാണ്ട് കുറേ ലിപ്സ്റ്റിക്കും കുറേ കൺമിഷ് ചെയ്ത് ഒരു ജുബയും ഒരു ഷാളും ഇട്ട് ഭയങ്കര, അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം അതൊക്കെ പഴയ ആ ഒരു ട്രെൻഡ് മാറി. ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാവരും ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ ഒരു ഡാൻസ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ തന്നെ വന്ന് ചെയ്യട്ടെ. അതിൽ കുറേ ആംഗ്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ കൈ കൊണ്ട് കുറേ കോഷ്ടികൾ കാണിച്ച് അങ്ങനെ ചെയ്യുന്നതോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒരുപക്ഷെ ഈ താരമൂല്യം എന്ന് പറയുന്ന ഒരു കാര്യം അതുപോലെ സിനിമ കച്ചവടമാണ് എന്നുള്ളതിൻ്റെയും കൂടെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ, കാരണം ഒരു കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ. പക്ഷെ അത് സിനിമകളിൽ കാണുമ്പോൾ അതിൻ്റെ
പുറത്തുള്ള ആൾക്കാർക്ക് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആൾക്കാരെ എങ്ങനെ എത്രത്തോളം ഒരു ബാഡായിട്ടാണ് നോക്കി കാണുന്നത് എന്നുള്ളത് ചിന്തിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാലും അത് നോക്കി കണ്ട് അവരോട് അതിനനുസരിച്ച് അവരെ കോമാളികളായി കാണുന്ന സമൂഹത്താണല്ലോ ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം കഥാപാത്രങ്ങളോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. ജാസി ഒരുപാട് സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണോ? എനിക്ക് ഞാൻ ഒട്ടുമിക്ക എല്ലാ മലയാള സിനിമകളും അതേപോലെ തമിഴ് മൂവിയൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹൊറർ മൂവീസ് ആണ് കേട്ടോ കാണുന്നത്. അതെനിക്ക് അറിയില്ല എന്താണ്, എനിക്കിങ്ങനെ ഹൊറർ മൂവി അതേപോലെ ഹിസ്റ്റോറിക്കൽ മൂവി, പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ, അല്ലെങ്കിൽ പണ്ടത്തെ അങ്ങനെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് സിനിമകൾ വരാറില്ല. ഇപ്പം നമ്മളെ ഈ എന്താ പറയുക, ഇപ്പോൾ അടുത്തിറങ്ങി നമ്മുടെ കാന്താര അങ്ങനത്തെ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാൻ. ഓരോ ഹൊററും ആണ്, എന്നാൽ അതിൽ കുറേ നമുക്ക് കണ്ണിന് വിസ്മയമായിട്ടുള്ള ആ പഴയ ട്രഡീഷണൽ കഥകൾ, പിന്നെ അവരെ പഴയ ആ ട്രഡീഷണൽ ജ്വല്ലറികൾ, കോസ്റ്റ്യൂംസുകൾ, സ്ഥലങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ചെറുപ്പത്തില് മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞു തരുന്ന ആരെങ്കിലും ലൈഫിലുണ്ടായിരുന്നു? അങ്ങനെ കുറെ കഥകളൊക്കെ കേട്ട് ആ ഫാന്റസികളോടുള്ള ഇഷ്ടം കൊണ്ടാണ്? എല്ലാം അങ്ങനെ കഥകൾ പറഞ്ഞു തരുന്ന അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായി ബുക്സ് വായിക്കുമായിരുന്നു, പണ്ട് മുതലേ ബുക്സ് വായിക്കും. എനിക്കിങ്ങനെ കാരണം നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ ഒരു ലൈഫ് ജേണി എന്ന് പറയുമ്പോൾ നമ്മൾ അധികം നമ്മൾ ആൺകുട്ടികൾ നമ്മളെ കൂടെ ഫ്രണ്ട്സ് ആയിട്ടില്ല. സോ പെൺകുട്ടികളാണ്, അവർക്കൊരു പരിധി ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സായി നിൽക്കാൻ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒതുങ്ങിക്കൂടാൻ തുടങ്ങും, നമ്മൾ ഒറ്റയ്ക്ക് നമ്മളൊരു ഇതിലേക്ക് മാറാൻ തുടങ്ങും. ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഓക്കെ ആയത് ബുക്സ് വായിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലെ ലൈബ്രറി ഉള്ളതൊക്കെ ഞാൻ പോയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യും, അവിടെ നിന്ന് ബുക്സ് വാങ്ങും. സ്കൂളിൽ വരുമ്പോൾ അവിടെ കയറി ബുക്സ് കൊടുത്ത് വേറെ ബുക്സ് എടുക്കുക. അങ്ങനെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനായിട്ട്. അങ്ങനെ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ. അപ്പോൾ ആ സമയത്തും ഞാനിങ്ങനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ഇത്തരം ബുക്സുകളായിരിക്കും. കുറച്ചും കൂടെ ഒരു ഹോണ്ട് ചെയ്യുന്ന നമ്മൾ കുറച്ച് ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ബുക്സുകൾ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമാണ് വായിക്കാനായിട്ട്. ഇപ്പൊ ലാസ്റ്റ് വായിക്കുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു സ്റ്റോറി, അത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചൊരു ബുക്സ് ആണ്. അതിനുശേഷമാണ് ഈ ബുക്സ് എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ആ ബുക്കാണ് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്ര കാലം വായിച്ചതിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു ബുക്ക് ഏതായിരിക്കും? എനിക്ക് നളിനി ജമീലയുടെ ഞാൻ ലൈംഗിക തൊഴിലാളി എന്നുള്ളൊരു ബുക്സ്, അത് ഈ ബുക്സ് ഇറങ്ങി ഭയങ്കര വിവാദമായ സമയത്ത് ഞാൻ അന്ന് കാലിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ആ സമയത്താണ് ഈ ബുക്കിനെ കുറിച്ച് ഭയങ്കര വിവാദങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ബുക്ക് ഷോപ്പിലും പോയി ചോദിക്കാം, ആ ബുക്സ് ഉണ്ടോ. അന്ന് ആ ബുക്സ് ഭയങ്കര റയറായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ആ ബുക്സ് കുറേ വർഷത്തിന് ശേഷമാണ് പിന്നെ ആ ബുക്സ് എനിക്ക് കയ്യിൽ കിട്ടുന്നത്. അതിനുശേഷം ചേച്ചി നേരിട്ട് കണ്ടിട്ടുണ്ട്, ആ ബുക്സ് പിന്നെ വായിച്ചിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ കുറേ എവിടെയൊക്കെയോ അങ്ങനെ ഹോണ്ട് ചെയ്തതും പോലെ തോന്നാറുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് മാധവിക്കുട്ടിയുടെ ഇത് ഇഷ്ടമാണ്, എന്താ പറയുക, ബുക്സുകൾ ഇഷ്ടമാണ്. കാരണം അതിലും കുറേ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്ന ആ തരത്തിലുള്ള ക്യാരക്ടറുകൾ അതെനിക്ക് ഇഷ്ടമാണ്. ബഷീറിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ കുറേ ആൾക്കാരുടെ ഇഷ്ടമാണ്. കൂടുതലും സ്ത്രീകളുടെ സ്ട്രഗിളിനോട് കുറച്ചുകൂടി. അതെ, പിന്നെ നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് വായിച്ച റാം കെയർ ഓഫ് ആനന്ദി ഒക്കെ ഭയങ്കര നമ്മുടെ മനസ്സിൽ അങ്ങനെ ഹോണ്ട് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടർ. ഞാൻ അത് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആ മല്ലിയായിട്ട് ഞാനൊരു റീൽസ് ചെയ്തിട്ട് എനിക്ക് ഈ ബുക്സ് എഴുതിയ ആൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എനിക്ക് നന്നായിട്ടുണ്ട്, ജാസ്തി അടിപൊളിയായിട്ടുണ്ട്. കാരണം അതിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു, ശരിക്കും ഞങ്ങൾ അതിലെ മല്ലിയെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെക്കാളും ആളുകളുടെ ഉള്ളിൽ നൊമ്പരമായി. തീർച്ചയായിട്ടും അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ പോകത്തില്ല, നമ്മുടെ മനസ്സിലോട് ചോദിച്ചോ. കാരണം ഇപ്പൊ അതിന്റെ എഴുത്തുകാരനാണ് അദ്ദേഹം, ഇപ്പൊ അത് സിനിമയാകാൻ പോവുകയാണല്ലോ. അപ്പൊ ആ ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും കോൺവെർസേഷൻ ഉണ്ടായോ? ഇല്ല, എന്നോട് ഇതേപോലെ എന്നോട് പറഞ്ഞു ജാസ്തി വളരെ നന്നായിട്ട് ജാസ്തി ചെയ്തിട്ടുണ്ട്, ആ റീൽസ് അടിപൊളിയായി ഞാൻ കണ്ടിരുന്നു, അവരത് സ്റ്റോറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇൻസ്റ്റാ പേജിലൊക്കെ. അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി ആ ഒരു ക്യാരക്ടർ. ബുക്സ് വായിച്ച് തീരുമ്പോൾ ആ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഈ വായനയിലൂടെ തന്നെയാണോ ഇപ്പം തൻ്റെ സ്വന്തം ഒരു സ്ത്രീയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നത്? അപ്പൊ നമുക്ക് ഒന്നുകിൽ ആരെങ്കിലും ഇത് പറഞ്ഞു തരണം. കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പൊ മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നു, പുറത്തേക്കുള്ള ആക്സസ് വളരെ കുറവാണ്, ഈ ഫോണൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഫസ്റ്റ് അറിഞ്ഞു തുടങ്ങിയത്? വായനയിലൂടെ തന്നെയാണോ?
ആദ്യം എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ പറ്റത്തോ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആൾക്കാരിലോ ഇങ്ങനെ ഒരു ആൾക്കാരെ കാണുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ, ദൈവം എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഫ്രണ്ടിനെ കിട്ടി. ആ ഫ്രണ്ടാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്, നമുക്കൊരു സംഘടനയുണ്ട്, നമുക്ക് വേണ്ടി പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് കണ്ട് ഓക്കെ ഇങ്ങനെ പിന്നെ എൻ്റെ മനസ്സിൽ അന്നും ഉള്ളിലുണ്ട് ഒരു സ്ത്രീത്വം ഉണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പേടിയായിരുന്നു. കാരണം നമുക്ക് ഒന്ന് മലപ്പുറം പോലത്തെ സ്ഥലം, 2 വീട്ടിൽ ഭയങ്കര ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഒരു ട്രാൻസ് എന്താണ് അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്താണ് അല്ലെങ്കിൽ ഗേ എന്താണെന്ന് പോലും പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുള്ള ഒരു വീടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പറയേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു കല്യാണം കഴിച്ചത്. കാരണം എനിക്കത് പറയാനൊരു പേടിയായിരുന്നു. കാരണം എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ലൈഫ് ത്രൂ ഔട്ട് ജീവിച്ച് പോകുമ്പോൾ എനിക്ക് തോന്നി, കാരണം ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ അഭിനയിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു സന്തോഷം ഇല്ലാതെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വെറുതെ ജീവിച്ച് അങ്ങ് മരിച്ചു പോയിട്ട് എന്ത് കാര്യമുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം തുറന്ന് പറഞ്ഞ് ഞാനായിട്ട് ജീവിച്ചു. ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമാണ് എനിക്ക്. കാരണം നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുന്നു, നമ്മളെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നു, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളായിട്ട് പോകാൻ പറ്റുന്നു. മറ്റേത് എപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മറയുണ്ട്, ഇവിടെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നൊരു മറയുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു സുഹൃത്തിനെ ഏത് സമയത്ത് ഏത് പ്രായത്തിലാണ് കണ്ടുമുട്ടുന്നത്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു 10th സമയത്താണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആ സമയം വരെ എനിക്ക് കൂടുതൽ പെൺകുട്ടികളാണ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഒരുമിച്ച് വരും. അതിൻ്റെ ഇടയ്ക്ക് പക്ഷെ അത് ആളുകൾക്ക് പ്രശ്നമായിരുന്നു. കാരണം ഉപ്പാനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിന്റെ മകനെ എങ്ങനെ പെൺകുട്ടികളുടെ കൂടെ തന്നെ കളിക്കുന്നത്, എന്താ അവരുടെ കൂടെ തന്നെ സ്കൂളിൽ പോകുന്നത്. കാരണം ഞാൻ ബോയ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് അവഗണന, കുത്തുവാക്കുകൾ, പരിഹാസം, പിന്നെ അവരെ കളിക്കാനൊന്നും കൂട്ടത്തില്ല. കാരണം അവർ അടിച്ചിടുന്ന ബോളുകൾ പറക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർ കളിക്കുമ്പോൾ ഗോളിയായിട്ടൊക്കെ നമ്മൾ നിർത്തുകയുള്ളൂ. നമുക്ക് ബാറ്റോ അല്ലെങ്കിൽ നമുക്ക് ബോളൊന്നും തരത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോമാളി പോലെയായിരുന്നു അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഒന്നാമത് ഇവരുടെ കൂടെ പോകാനും ഇടപെടാനും. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, എന്തെങ്കിലും നമ്മൾ ചെയ്യുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു. അത് ഉള്ളിൽ മാത്രമാണ് ആ സമയത്ത് ഈ ഒരു പേടി വെച്ചുകൊണ്ട് ആരോടെങ്കിലും പറയുക അല്ലെങ്കിൽ ഫാമിലിയിൽ ആരോടെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ ആരോടും പറയാം. ഇപ്പൊ ഇങ്ങനെ ഉപ്പാനൊക്കെ ചോദിക്കാറ്, അച്ഛനോടൊക്കെ ചോദിക്കില്ല ഇങ്ങനെ എന്താണ് പെൺകുട്ടികളെ പോലെ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ പറയും ആൺകുട്ടികളെ പോലെ പോയി കളിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെ കൂടെ പോയിട്ട് കളിക്ക്, പെണ്ണുങ്ങളെ കൂടെ കളിക്കല്ല. പക്ഷെ എനിക്ക് പേടിയാണ് അവരുടെ കൂടെ പോയി കളിക്കുമ്പോൾ അവരെന്നെ അടിക്കും, പിച്ചും, മാന്തും. അപ്പം അത് പേടിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ കുറേയൊക്കെ അങ്ങ് നമ്മളായിട്ട് തന്നെ വല്ലാണ്ട് സൈലന്റ് ആയിപ്പോയി. ആ സമയങ്ങളിൽ എനിക്ക് എപ്പോഴും പിന്നെ ഒരു റിലീഫ് എന്ന് കിട്ടുന്നത് ഈ ബുക്സ് വായിക്കും. ഞാൻ ഒറ്റക്ക് ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നു. മുമ്പ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് പ്രസംഗം, ഉപന്യാസം, അങ്ങനത്തെ മത്സരങ്ങൾക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ ബുള്ളി ചെയ്യപ്പെടുന്ന ആളുകൾ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടായി മാറാറുണ്ടല്ലോ, പെർഫോമൻസുകൾക്കൊക്കെ ഒരു ഭയം ഉണ്ടാവില്ല. അത് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊരു സത്യം പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഞാൻ സ്കൂളിൽ എല്ലാ പരിപാടികളും കൂടുമായിരുന്നു. എനിക്ക് പൊതുവെ അന്നേ ഈ സ്റ്റേജ് ഫിയറൻസ് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ കല്യാണത്തിനൊന്നും പോകത്തില്ല. എനിക്കിങ്ങനെ കല്യാണത്തിന് പോകുന്നത്, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു അയൽവാസിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണത്തിന് പോയി അത്രയും ഒരുപാട് ക്രൗഡിനെ കണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോവും, പെട്ടെന്ന് ഞാൻ എനിക്ക് അങ്ങനെ കുറേ നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ സ്കൂളിലൊക്കെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുക, കാരണം ഡാൻസ് കളിക്കാൻ, കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതേപോലെ ഉപന്യാസം, അതേപോലെ കവിത രചന, ക്വിസ് മത്സരം, ഇതിനൊക്കെ കൂടുമായിരുന്നു ഞാൻ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്കും ഇതിനൊക്കെ ഞാൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുന്ന് വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് അന്നേരം ആ സമയത്ത് തോന്നുന്നില്ല, നമുക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ടീച്ചറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് പലപ്പോഴും തോന്നില്ല. അങ്ങനെ ആരെങ്കിലും ലൈഫിലുണ്ടായിരുന്നോ? അങ്ങനെ ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഉള്ളിലെ കഴിവ് ഒന്ന് കണ്ടിട്ട് ജാസിക്ക് പാടാനുള്ള നല്ല കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു സംഗീത ടീച്ചർ ഉണ്ടായിരുന്നു.
ആ ടീച്ചറാണ് എന്നെ ഫസ്റ്റ് ഈ പ്രാർത്ഥനയിലേക്ക്, അന്ന് പ്രാർത്ഥനയിൽ ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണ് പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എന്നോട് ടീച്ചർ നിന്റെ സ്വരം പെൺകുട്ടികളെ പോലെ സ്വരമാണ്, ആൺകുട്ടികളെ പോലെ ഉറച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നീ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞിട്ട് സ്കൂൾ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ചേർത്തു. പിന്നെ രാവിലെ പെൺകുട്ടികളെ പോലെ ഞാൻ അവരുടെ കൂടെ നിന്ന് പ്രാർത്ഥന ചെല്ലും. സ്കൂൾ വിടുന്ന സമയത്ത് എന്താ പറയുക, ദേശഗാനത്തിന് പോവും. അങ്ങനെ പിന്നെ അത് സ്കൂളിൽ പിന്നെ ഞങ്ങൾ എപ്പോഴും അതൊരു കളിയാക്കലിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോഴും ചെക്കന്മാർ കളിയാക്കുമായിരുന്നു. എല്ലാം നിങ്ങൾ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി എന്ന രീതിയിൽ കളിയാക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഉപജില്ല, സംസ്ഥാന കലോത്സവത്തിനൊക്കെ ഉപജില്ല, ജില്ല ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമുണ്ട്. എവിടേക്കെയോ ഇപ്പം അവിടെ നിന്ന് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ മനുഷ്യരും ഇപ്പോൾ ഒരു 15-20 വയസ്സ് കഴിയുമ്പോൾ ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ പിന്നെയുള്ള സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ അവർ ആലോചിക്കുന്നത്, ഞാൻ പറയുന്നത് സാധാരണ ഒരു സ്ത്രീയോ പുരുഷനോ ആലോചിക്കുന്നത് ഇനി എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി സമ്പാദിക്കണം, നല്ലൊരു കരിയർ വേണം, നല്ലൊരു ഫാമിലി വേണം, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കഷ്ടപ്പാടുകൾ മാറ്റണം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇതാണല്ലോ ചിന്തിക്കുക. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ ഒപ്പം താൻ ആരാണെന്ന് പോലും തുറന്നു പറയാൻ പറ്റാതെ ജീവിക്കേണ്ടി വരുന്ന, ഇപ്പൊ ജാസി അനുഭവിച്ച അതേ സിറ്റുവേഷനോട് ഇപ്പോഴും ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വീണു പോവാതെ, അല്ലെങ്കിൽ നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആവില്ലേ, ഇത്രയും പ്രഷർ വരുമ്പോൾ തന്നെ ആളുകൾ സാധാരണ ഡൗൺ ആകും. അപ്പൊ അതിനെ എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ പൊതുവെ ആൾക്കാർ പറയുന്നത് കേട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിലല്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് എയിമുകളുണ്ട്. അത് നമ്മൾ വെറുതെ ഒരാൾ പറഞ്ഞത് അയ്യോ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ എത്താൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത് കേട്ടോ. കാരണം എൻ്റെ വീട്, ഞാൻ ഭയങ്കര പാവപ്പെട്ടൊരു ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ്. ഉമ്മ വീട്ടു ജോലിക്ക് പോകുന്ന ആളാണ്, ഉപ്പ ടാക്സി ഡ്രൈവറാണ്, 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ എനിക്കറിയാം കഷ്ടപ്പാട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതുകൂടാണ്ട് തന്നെ ഞാൻ 10th പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ താഴത്തെ കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു 200 രൂപ 300 രൂപ അവർ ട്യൂഷൻ ഫീസ് തരും. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ട്. +2 കഴിഞ്ഞ് എല്ലാവരും വെക്കേഷന് പല സ്ഥലങ്ങളിലും അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വളാഞ്ചേരിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ പാത്രം വാഷ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാം, കാരണം എനിക്ക് അന്നും ഒരു എയിം എനിക്ക് നന്നായി പഠിക്കണം. കാരണം എനിക്ക് ഈ സമയത്ത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയാൽ എനിക്ക് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാം. ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം. കോഴ്സ് എടുത്ത് ഞാൻ കാലിക്കറ്റ് പഠിക്കുന്ന സമയത്തും ഞാൻ അവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഡിപ്ലോമ ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പം ഞാനിവിടെ കോഴിക്കോട് ഒരു കോളേജിൽ പഠിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് എനിക്ക് ഉച്ചവരെ കോളേജുള്ളൂ, രാവിലെ ഒരു ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷം ഞാനിവിടെ കോഴിക്കോട് ഒരു സ്പാൻ ഹോട്ടലുണ്ട് ജയിൽ റോഡുള്ള, അവിടെ ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യും. F&B സർവീസിൽ വർക്ക് ചെയ്യും. അവിടുന്ന് എനിക്ക് ടിപ്പ് കിട്ടും, അവിടുന്ന് സാലറി കിട്ടും. ആ സാലറി എനിക്ക് ഫീസിലേക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു 2 ഇയറിൻ്റെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിയിൽ ഇവിടെ ബോൾക്കാട്ടിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പല ആളുകളും നേരിടുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് കൂടി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അത് പല രീതിയിലായിരിക്കാം. ഫിസിക്കലി ഉണ്ടാകും, ഇപ്പം പണിയെടുത്തിട്ട് പൈസ തരാത്തവരായിരിക്കാം. നമ്മൾ പോലത്തെ ആൾക്കാർക്ക് ജോലി കൊടുക്കാനും ചില ആൾക്കാർക്ക് പ്രയാസമാണ്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കഴിവനുസരിച്ച് നല്ലൊരു മെയിൻ വേണ്ടത് വിദ്യാഭ്യാസമാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ച്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നമുക്കൊരു ബലത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിപ്ലോമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി തന്നെ വേണമെന്നില്ല, +2 കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സ് എടുത്താലും മതി. ഇപ്പം ഞാൻ ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് വിദേശത്ത് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന രീതിയിൽ ഒരു ഫ്രണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിങ്ങിലോ ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അതാകുമ്പോൾ ആളും നമ്മൾ ഇപ്പോൾ ഹൗസ് കീപ്പിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല, സ്റ്റാഫുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഫ്രണ്ട് ഓഫീസിലൊക്കെ ആണെങ്കിൽ കുറച്ച് കസ്റ്റമേഴ്സ് കാണേണ്ടി വരും. ഹൗസ് കീപ്പ് ആകുമ്പോൾ നമുക്ക് സുഖമാണ്, നമുക്ക് ആരും കാണുന്നില്ല, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നടക്കാം, നമ്മൾ വർക്ക് ചെയ്യാം, മാസം സാലറി വാങ്ങാൻ, നമുക്ക് പോവാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് വെച്ച് പിന്നെ വിദേശത്തൊക്കെ പോകാനുള്ള ഞാൻ അങ്ങനെ ചെയ്തത്. ആ ക്യാഷ് വെച്ച് പിന്നെ വിദേശത്തേക്ക് നല്ലൊരു വിസ കിട്ടുന്നു. അവിടെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കുടുംബത്തിലൊരു അളിയൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ജാഫർ എന്ന് പറഞ്ഞിട്ട്. അളിയനാണ് എന്നെ ഫസ്റ്റ് അങ്ങനെ ഹെൽപ്പ് ചെയ്തത്. അളിയനാണ് എന്നെ ഫസ്റ്റ് ദുബായിലേക്ക് ഇങ്ങനൊരു വിസിറ്റിങ്ങിന് കൊണ്ടുവന്നത്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് എന്നെ. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ജാസി എന്നൊരു വ്യക്തിക്ക് ദുബായിൽ അത്രയും ഒരു ഞാൻ അവിടെ ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലാണ് നിന്നത്. ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യം ക്യാഷറായിട്ട് നിന്നത്. പിന്നെ അവിടുന്ന് പിന്നെ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഞാൻ പിന്നെ അവിടുന്ന് പോരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു ഇതിലേക്ക് എന്നെ മാനേജറായിട്ടാണ് വിളിച്ചത്, വലിയ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ അത്രയും ഒരു ഇത് കിട്ടിയത് എനിക്ക്
അളിയൻ്റെ അവിടുത്തെ ആളുകളുടെ ഒരു അക്സെപ്റ്റൻസ്, കാരണം അവിടെ ട്രാൻസ് വുമൺ എന്നുള്ള പറയുന്ന ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറാൻ പറ്റില്ലല്ലോ. ദുബായിൽ ഒരിക്കലും അങ്ങനെ ട്രാൻസ് അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അവിടെ വേറൊരു നമ്മുടെ നാട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും ആരുടെ ലൈഫിലേക്കും ഇടിച്ചു കയറാനുള്ള ടൈമില്ല ഒന്നാമത്. കാരണം ഇപ്പം ഞാൻ ട്രാൻസ് അത് അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് അവരോട് സംസാരിക്കാനെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ നേരിട്ട് കാണുന്നില്ല. കാരണം എല്ലാവർക്കും തിരക്കാണ്, ബിസിയാണ്, എല്ലാവർക്കും ക്യാഷ് ഉണ്ടാക്കാനുള്ള തിരക്കാണ് ദുബായിൽ. അപ്പോൾ വേറൊള്ള ആളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറാനോ അല്ലെങ്കിൽ വേറൊള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാനുള്ള സമയവും ഇതും അവിടെ ഇല്ല. ഒന്നാമത് നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരുപാട് പേർക്ക് ടൈമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് എത്തിച്ചു നോക്കുന്നത്, ഇപ്പുറത്തെ വീട്ടിൽ എന്താണ്, അത് ആ സമയം സിസ്റ്റേ അവിടെ ഇല്ല, ദുബായിലില്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മളായിട്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ, അതിന് വലിയൊരു കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക്. ആ സമയത്താണ് ഒരു ഈ വിസിറ്റിംഗ് വിസയുടെ പ്രശ്നം കൊണ്ട് ജയിലിലൊക്കെ ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വേറൊരു ടീമിന്, അപ്പോൾ അവിടെ അത്യാവശ്യം ഞാൻ ഫെയിമായി. ഈ ടിക്ടോക്ക് എന്നൊരു സംഭവത്തിലൂടെ ഞാൻ ഭയങ്കര റീച്ചായി. ഒരുപാട് പേരിനെ കാണാൻ വരലും ഫോട്ടോ എടുക്കാൻ വരലും അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ടീം പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങണം, അവർ പെർഫ്യൂം ഷോപ്പ്. അപ്പോൾ എന്നോട് വെച്ചു ജാസി ഇങ്ങനെ ഷോപ്പ് തുടങ്ങണം, ജാസിക്ക് അതിലേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ, നല്ല ഇവിടുത്തെ സാലറിനെ കുറിച്ച് നല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കുക നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു 5000 ആണെങ്കിൽ നമുക്ക് ഒരു 8000 രൂപ കിട്ടുന്ന സാലറി ഇതിലേക്ക് നമ്മൾ മാറത്തുള്ളൂ. കാരണം അത്രയും ഇത് വേണ്ടേ. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് മാറിയതാണ്. പക്ഷെ അവർ വിസിറ്റിങ്ങിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. വിസ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ലോങ് ആയിപ്പോയി. അതെന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. അങ്ങനെ ലോങ് ആയിപ്പോയി. പെട്ടെന്ന് അവിടെ ഒരു ചെക്കിങ്ങിന് വരുന്നു. ഞാനവിടെ യൂണിഫോം ഇട്ട് ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ എന്നോട് വെച്ചു ഇങ്ങനെ ID കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ID എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വിസിറ്റിംഗ് വിസയിൽ വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സീനായിട്ടാണ് ഞാൻ അങ്ങനെ ജയിലിൽ കിടന്നത്. റെഗുലർലി വന്ന ഒരു ചെക്കിംഗ് ആണോ അതോ ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ട്? എനിക്ക് അത് പിന്നീട് ഞാൻ അറിഞ്ഞത് ആരോ ഒറ്റ കൊടുത്തിട്ട് അങ്ങനെ വന്നതാണെന്നാ പറഞ്ഞത്. കാരണം ഭയങ്കര കച്ചവടമായി ആ ഷോപ്പിൽ. അപ്പൊ അതിൽ ഇങ്ങനെ അസൂയം ഉള്ള ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതിൽ അനുഭവിച്ചത് ഞാനായിരുന്നു. 28 ദിവസവും ഞാൻ ജയിലിൽ കിടന്നു. അത് ആ സമയത്ത് ഒന്നാമത് ഇത് നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിന് ടൈമായിരുന്നു. അപ്പൊ ഒത്തിരി അവധി വന്നായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ലോങ് എനിക്ക് കിടക്കേണ്ടി വന്ന. അതാണ് വിസിറ്റിംഗ് വിസയ്ക്ക് ഏറി പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം കിടന്നാൽ മതിയാവും. പക്ഷെ എനിക്ക് ഇത്രയും ലോങ് വന്നത് ഈ അവധിയും പിന്നെ അവരുടെ ക്യാമറ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെ പ്രശ്നമൊക്കെ മാറ്റി. ആ സമയത്തും സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഭയങ്കര ഡൗൺ ആയി പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പം കമ്പനിയിലെ ആളുകൾ തന്നെയാണോ ഹെൽപ്പിന് വന്നത് അതോ ഈ പറഞ്ഞതുപോലെ? അല്ല, എന്നെ ആ സമയത്ത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് ഒന്ന് ഞാൻ പണ്ട് വർക്ക് ചെയ്ത് ഈ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഓണറിന് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയ ആളാണ്, എന്നെ നോക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. പക്ഷെ അതാ പറഞ്ഞത്, എൻ്റെ ലൈഫിൽ ദൈവങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാർ രൂപത്തിൽ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആശയുടെ രൂപത്തിൽ വന്നിട്ട്, ഒന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. കാരണം അന്ന് ഈ ഓണർ അജീഷ് എന്ന് പറഞ്ഞ ഈ ഓണറാണ് എന്നെ സ്വന്തം അയാളെ റിസ്കിലാണ് എന്നെ അവിടുന്ന് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഓഫ്കോഴ്സ് എൻ്റെ പാർട്ണർ ആഷിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാറൂബ് എന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അവർ എനിക്ക് എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ആ നന്ദി അവരോടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ആ ഒരു എൻ്റെ ഒരു പീക്ക് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ അത്രയും കട്ടയ്ക്ക് നിന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഉള്ള ഒരു സ്നേഹം റെസ്പെക്റ്റും എന്നും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. സാധാരണ രീതിയിൽ ജയിലിലൊക്കെ കിടന്നിട്ട് പുറത്ത് വരുന്ന സമയത്ത് ഇനി ചിലപ്പോൾ അടുത്തൊരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും. അങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത്തരത്തിൽ എന്തെങ്കിലും നേരിട്ടില്ല? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങിയ സമയത്തും എനിക്ക് ഒരുപാട് ജോലി അവസരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ നിന്ന ഫീൽഡ് റെസ്റ്റോറൻറ്റ് ഫീൽഡാണ്. അപ്പം ഒത്തിരി റെസ്റ്റോറൻറ്റ്സുകളുണ്ട് ദുബായിൽ, നല്ല നല്ല റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഫെയിം ഉള്ളതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം, സാലറി ഇത്ര തരാം, നിങ്ങൾ വരൂ, നിങ്ങൾ വീഡിയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ റെസ്റ്റോറൻറ്റ് മാക്സിമം പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നെ എനിക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിനോടുള്ളൊരു റെസ്പെക്റ്റ്, കാരണം ഞാൻ ഇത്രയും ഒരു പീക്ക് സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അവിടെ നിന്നാണ് പിന്നെ പെർഫ്യൂം ഷോപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഞാനും കൂട്ടാണ് പിന്നെ പെർഫ്യൂം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് പോകുന്നു. പാർട്ട്ണർ ആഷി ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യായിരുന്നു? ആഷി ഉണ്ടായിരുന്നു അവിടെ റെസ്റ്റോറൻറ്റിൽ വർക്ക്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ആ സമയത്താണ് ഞാൻ ഈ പെർഫ്യൂം ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ആഷി ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആഷി റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഞങ്ങൾ പിന്നെ ആഷിയും കൂടെ എൻ്റെ ഇതിലേക്ക് പെർഫ്യൂം ഷോപ്പിലേക്ക് വന്നു കോഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം. അതിനുശേഷമാണ് ഇങ്ങനെ സീൻ ഉണ്ടാകുന്നത്. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയം. ആഷി പക്ഷെ അതിന് മുൻപേ തന്നെ നാട്ടിൽ നിന്ന് പരിചയം ഉണ്ട്. അതിന് മുമ്പേ ഉണ്ട്, ഞങ്ങൾ പരിചയം കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ ഉണ്ട്. പക്ഷെ ഒരുമിച്ച് വർക്ക് അതിന് മുമ്പ് ആഷി അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തത്. അബുദാബിയിൽ ഒരു ഇതിലായിരുന്നു, എന്താ പറയുക,
ഗ്രോസറി അല്ല, ലൈക്ക് സൂപ്പർ മാർക്കറ്റ്, അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇടയ്ക്ക് വരും, പോവും. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, നീ അത് നിർത്തി ദുബായിൽ തന്നെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് പിന്നെ ദുബായിലേക്കാണ് വരുന്നത്. ആ സമയത്ത് മാരേജ് ഡിവോഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആ സമയത്ത് എൻ്റെ കല്യാണം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അതൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കല്യാണം ഒക്കെ ഇങ്ങനെ. അല്ല, ആ സമയത്ത് ഓൾറെഡി കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നിക്കാഹ് പോലെ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിക്കാഹ് പോലെ പറഞ്ഞു എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ കം ഔട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു തോട്ട് തീർച്ചയായിട്ടും ആഷിയോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് ഇതിനെ പറ്റിയൊക്കെയുള്ള കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു? അത് എങ്ങനെയാണ് അദ്ദേഹം? ഇല്ല, ആഷിക്കും വലിയൊരു ധാരണ ഉണ്ടായിട്ടില്ല. കാരണം ആഷിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. പിന്നെ ആഷി എങ്ങനെയായാലും എൻ്റെ കൂടെ നിൽക്കും. കാരണം ആഷിക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആഷിക്ക് ഇപ്പോൾ ഞാൻ ട്രാൻസ് ആയി മാറണം, അല്ലെങ്കിൽ ഞാൻ സർജറി എല്ലാം ചെയ്യണം എങ്കിൽ മാത്രം ആഷിൻ്റെ കൂടെ നിൽക്കും. അങ്ങനത്തെ ഇതൊന്നും ആഷിക്കില്ല. ആഷിക്ക് എങ്ങനെയായാലും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. ശരിക്കും ആളുകൾക്ക് ഈ പറയുമ്പം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും അല്ലെങ്കിലും ഗേ ആണെങ്കിലും ലെസ്ബിയൻ എന്ത് കാര്യത്തിലാണെങ്കിലും അതുപോലെ ട്രാൻസ് വുമൺ മെൻ അവരുടെയൊക്കെ റിലേഷനിലാണെങ്കിലും ആളുകൾ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നത് ബെഡ്റൂമിൽ എന്ത് നടക്കും എന്ന് ചിന്തിക്കുന്ന ഒരു മോശം പ്രവണതയുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള പല കമന്റുകളും സ്ഥിരമായിട്ട് കാണുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങളത് ഓഫ് ആക്കി ഇടുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം അല്ലെങ്കിൽ ഇതിനോടൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നാൻ നിങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്? കാരണം നമ്മൾ പ്രതീക്ഷിച്ച കാര്യമില്ല. നമ്മൾ അറിയാത്തവരാണ് ഈ കമന്റ് ഇടുന്നത്. നമ്മൾ അറിയുന്ന ആൾക്കാർ ഒരിക്കലും കമന്റ് എടുത്തില്ല. പിന്നെ ഒന്നാമത് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ജാസിനോട് സംസാരിക്കുന്ന സമയത്ത് ജാസിന് ഇത്രയും ഓപ്പണായി സംസാരിക്കുമ്പോൾ സത്യം പറയാം ജാസി, ഞങ്ങൾ ഒരിക്കലും ജാസി ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞങ്ങൾ ബാഡ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കണം കേട്ടോ. കാരണം അത് എന്നെ അറിയാത്തവരാ. അറിയുന്നവരൊരിക്കലും എന്നെ ഇങ്ങനെ ഇത്തരം ബാഡ് കമന്റ് ഇട്ടിട്ട് എന്നെ കളിയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത് ഈ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അതിലേക്ക് എല്ലാവരും ഒരു സെക്സിനെ ഇങ്ങനെ വലിച്ചഴിക്കും. അതെ, ഇത് സെക്സ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ജീവിതം സെക്സായിട്ട് നമ്മൾ കണക്കാക്കരുത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് സെക്സ്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടാണ് പോകുന്നത്, എല്ലാം കൊണ്ടും ഞങ്ങൾ ഓക്കെയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിന് വേറുള്ള രീതിയിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ജാസി സർജറിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതിന് മുമ്പ് ജാസി പറഞ്ഞിട്ടുണ്ട് അഭിമുഖത്തിൽ, ഞാനിപ്പം എല്ലാവരും പറയുന്ന ഒരു പ്രഷർ കൊണ്ട് സർജറി ചെയ്തിട്ട് അതിന് ആഫ്റ്റർ എഫക്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഞാൻ തന്നെ നേരിടും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഫസ്റ്റ് സീസണിൽ അഞ്ജലി അമീർ വന്ന സമയത്ത് അവര് മത്സരിക്കാൻ വന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രോബ്ലം കാരണം അവർക്ക് ഇൻഫെക്ഷൻ ആയിട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് അവർ സംസാരിച്ചിരുന്നു നമുക്ക് മനസ്സിലാകുമായിരുന്നു ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം പെയിൻ ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി തീരുമാനം എടുക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് അതിനെ പറ്റിയുള്ള ഒരു കാര്യം? ഞാൻ ഇപ്പോ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഡൗൺ സർജറിനെ കുറിച്ച് ഞാൻ നന്നായി പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള എല്ലാം ചെയ്യണം എന്നുള്ള പ്ലാനിലുണ്ട് ഇപ്പോൾ ഓൾറെഡി. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി അധികം അറിയാത്ത ഒരു വ്യക്തിക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെലവ് പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അത്യാവശ്യം നല്ല എക്സ്പെൻസ് തന്നെയാണ് കാര്യങ്ങളൊക്കെ. സർജറിയും കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പെൻസ് എന്നല്ല, നമുക്ക് എന്നാലും അത്യാവശ്യം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഒരു ഡൗൺ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും. ഏകദേശം ഒരു മീഡിയം ലെവലുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു നല്ല സർജറി ഒക്കെ ആണെങ്കിൽ അഫ്കോഴ്സ് എന്തായാലും ഒരു 5 lakh 6 lakhന്റെ മുകളിൽ എന്തായാലും വരും. ഡൗൺ മാത്രം ആഫ്റ്റർ എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതിന് മുകളിൽ പോകാനും സാധ്യത. ഇപ്പോൾ വിദേശത്തൊക്കെ പോയി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ആവേണ്ടി വരും. അപ്പോൾ സേഫ് ഏതായിരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ സർജറി ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി സർജറി ചെയ്ത് പൂർണ്ണമായിട്ട് പ്രഗ്നൻ്റിലേക്ക് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത വ്യക്തികളോട് നന്നായി സംസാരിച്ച് ചോദിച്ച് മനസ്സിലാക്കുക, ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടൻ്റ് എടുക്കുക. അത് നമ്മളെ മൈൻഡിൽ തന്നെ ഇട്ട് ഒരുപാട് ചിന്തിച്ച് നോക്കുക. ആഫ്റ്റർ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ അത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു സർജറി ചെയ്താൽ മാത്രമാണ്
ട്രാൻസ് ആവുക അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ അത് നമ്മളൊരു മനസ്സിൻ്റെ ഒരു തൃപ്തിയാണ്. ഓക്കെ, ഞാൻ സർജറി പൂർണ്ണമായും എല്ലാം, കാരണം ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ അവയവങ്ങൾ കാണുമ്പോൾ ഞാനൊരു പുരുഷനാണെന്നുള്ള ചിന്ത എനിക്ക് വരാതിരിക്കണം, ഞാനൊരു സ്ത്രീ ആണെന്നുള്ള ഇതിൽ തന്നെ എനിക്ക് കോൺഫിഡൻസോട് നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ സർജറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അത് വേണ്ട, നമുക്ക് നമ്മൾ നിയമം വെച്ചിട്ട് നമ്മൾ പറയുന്നത് ഒരു സെൽഫ് ഡിക്ലറേഷനാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി തന്നെ ജീവിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ സർജറിയിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ വലിയ ഒരു വ്യക്തത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് പെട്ടെന്ന് അങ്ങ് കയറി ചെയ്യേണ്ട ഒരു സംഭവമല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. ഈ ഹോർമോണൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഏകദേശം അപ്പോൾ എത്ര ചിലവ് വരും അത്തരത്തിലുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ? ഇത് ഈ പ്രൊസീജിയർ ഇങ്ങനെ പോകുന്നത് തന്നെ വലിയൊരു എമൗണ്ട് ആവും. കാരണം ലേസർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഭയങ്കര പേയ്മെന്റ് ഉള്ള സംഭവമാണ് ലേസർ ട്രീറ്റ്മെന്റ്. ഇപ്പം ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ ആയിട്ടോളം ലേസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് ഫേസിൽ. അപ്പോൾ ഓരോ സിറ്റിങ്ങിന് പോകുമ്പോൾ 6,000-8,000 രൂപയ്ക്കാണ് വരുന്നത് ഫേസ് മാത്രം. അല്ലെങ്കിൽ ഒരു മാസം എന്തായാലും ഫസ്റ്റൊക്കെ നമ്മൾ ഒരു മാസത്തിൽ ഒരു 2 വട്ടമെങ്കിലും പോകേണ്ടി വരും. പിന്നെ നമുക്കത് കുറഞ്ഞ് ഹെയർ ഗ്രോത്ത് കുറഞ്ഞതനുസരിച്ച് ഒരു മാസമുള്ളത് ചിലപ്പോൾ 1.5 ആവും, അങ്ങനെയൊക്കെ ആയിട്ട് പോകും. എന്നാലും നമ്മൾക്ക് അത് കംപ്ലീറ്റ് ഫുൾ ചെയ്യണം. കാരണം അത് കഴിഞ്ഞാലും പിന്നെ 2 ഇയർ കഴിഞ്ഞാൽ ചെയ്യണം, അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 6 മന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയി ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനൊരു നമുക്ക് ഇത്ര നാൾ കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്താലും ഹെയർ ഗ്രോത്ത് വരുന്നതനുസരിച്ച് നമ്മൾ പോയിട്ട് ചെയ്യണം. അത് ലേസർ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ് വുമൺ ഒരു കംപ്ലീറ്റ്ലി എല്ലാ സർജറിയും കഴിഞ്ഞൊരു പെണ്ണാവുമ്പോൾ അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അത് നമ്മൾ അറിയത്തില്ല പോകുന്ന എമൗണ്ട്. കാരണം നമ്മൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ മെഡിസിൻസിന് അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അതിനിടയ്ക്ക് വേറെ എന്തൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കൂടെ എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഓൾ നല്ലൊരു എമൗണ്ട് ആവും. ഇപ്പോൾ ഇത്രയൊന്നും ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഷുറൻസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഫസ്റ്റ് എമൗണ്ട് നമ്മൾ കരുതാൻ തോന്നുന്നു. എമൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇനി അതല്ല, ഇനിയിപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഫണ്ട് പാസ്സായിട്ട് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിട്ടും ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ പലപ്പോഴും ജാസി പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോമനായി മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പുകൾ ഈ കമ്മൗട്ട് ചെയ്ത് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? ഞാൻ ഒന്നാമത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു തരത്തിലും ഒരു സഹായം ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, വാങ്ങിയിട്ടുമില്ല. പിന്നെ ഞാൻ ആസ് ഒരു ഇൻഫ്ലുവൻസർ എനിക്ക് എൻ്റെതായിട്ടുള്ള വർക്കും കാര്യങ്ങളുണ്ട്. അതിന് മാഷാല്ല ടച്ച് വുഡ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും എൻ്റെ കാര്യങ്ങൾ നോക്കിയത്. പിന്നെ എനിക്ക് അത്യാവശ്യം ദുബായിയുടെ സമയത്ത് തന്നെ സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സേവിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഒന്നുമില്ലാത്ത കമ്മ്യൂണിറ്റിയിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്, അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വേറെയുള്ള തരത്തിൽ ഒരു നെഗറ്റീവ് ജോലിയൊന്നും ചെയ്യാണ്ട് അല്ലെങ്കിൽ വേറെ രീതിയൊന്നും ചെയ്യാണ്ട് അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആവാമല്ലോ. പിന്നെ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ പേയ്മെൻറ്റിനും ചെയ്ത് കൊടുക്കുന്നുണ്ട് സർജറിയൊക്കെ. പക്ഷെ അത് എത്രത്തോളം ഹെൽത്തിന് നല്ലതാണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം എനിക്കത് ഒരാളോട് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്തൊക്കെയായാലും അവരെ ശരീരം അത്രയും ഒരു ഇതിലേക്ക് വേണ്ട. കാരണം ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യാം. എന്തിനാ വെറുതെ അത്രയും ഒരു പ്രശ്നം ഭാവിയിൽ അത് പിന്നെ ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്നവർ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെയായിരിക്കും അത് അനുഭവിക്കേണ്ടി വരിക. ഇപ്പോൾ എന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് എന്നോട് പറയും, ജാസി പെണ്ണായി മാറിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ, ഞാൻ എന്തോ ആയിക്കണം, ഞാൻ എൻ്റെ സ്വത്വത്തിൽ എനിക്ക് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എന്തിനാണ് ഞാൻ എൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ച് കളയണം, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞ് ഞാൻ അവരെ പോലെ ആവണം എന്നുള്ളത് ചോദ്യം എന്നോട് ചോദിക്കുന്നത്. നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഈ പറഞ്ഞ ഒരാളും എൻ്റെ കൂടെ നിൽക്കത്തില്ല. ആ വേദനകളും ആ വിഷമങ്ങളും ഞാൻ തന്നെ സഹിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച്
വളരെ നല്ല രീതിയിൽ പഠിച്ച് മാത്രമാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെ പ്രിവിലേജ്ഡ് അല്ലാത്ത കുട്ടികൾ ഇങ്ങനെ കമ്മൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ജാസിക്ക് മെസ്സേജ് അയക്കാറുണ്ടോ? എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ചേച്ചി ഞാനിങ്ങനെ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ പെണ്ണായി മാറുന്ന ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള അങ്ങനെ കുറേ മെസ്സേജൊക്കെ നമുക്ക് ഓൾറെഡി വരുമല്ലോ. കാരണം നമ്മളാണ് ഇവർ ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്നത്, നമ്മൾ ജീവിക്കുന്നത് കാണുന്നത്, നമ്മളിങ്ങനെ പോകുന്നതും കാണുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി വരുമല്ലോ ഇവരെ പോലെ എങ്ങനെ ആവും, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഒരു ലെവലിൽ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഇവർ ചിന്തിക്കുമല്ലോ. അപ്പം അങ്ങനെ കുറേ കമൻസുകൾ വരാറുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് കുറേ ആൾക്കാരോട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ഒരു അബദ്ധമായി പോരുതെന്ന് നിങ്ങൾക്ക് തോന്നരുത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വളരെ നോക്കിയിട്ട് തന്നെ ഇത് ചെയ്യണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അടുത്ത ജന്മത്തിൽ പെണ്ണാവണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, ഒരാണായാൽ മതി. ഉപ്പാക്ക് വേണ്ടി ഇതിന് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത പിന്നീട് വന്നത്. ആഷിൻ്റെ കൈയൊക്കെ എന്നെക്കാട്ടി നല്ല, അവൻ്റെ കൈയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ആ കൈയോടൊക്കെ എനിക്ക് പിടിച്ചേക്കേണ്ട ആവശ്യം എന്താണുള്ളത്? മൂന്നാമതൊരാളെ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. അവരുടെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റുക. അപ്പോൾ അവർക്ക് നമ്മളോട് സഹതാപണ്ടാവും. ഒരു സൈക്കോളജിക്കൽ മൂവ്. ഓക്കെ, ചിരട്ടയല്ല, ലീഗലി ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദേശത്താണ് 2-3 പേര്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.